എക്സാമിന് പ്രധാനപ്പെട്ട കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മാഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ LSS എക്സാമിന് അധിക ദിവസങ്ങളൊന്നുമില്ല. അപ്പൊ എക്സാമിന് പ്രധാനപ്പെട്ട ധാരാളം വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ കൂടുതൽ വീഡിയോസിനും എക്സാമിന് ഫ്രീ ആയിട്ടുള്ള ലൈവിനും ഫ്രീ ആയിട്ട് നോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയും ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ വീഡിയോ ലൈക്ക് അടിച്ചു വെക്കാനും നമ്മുടെ LSS കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കാതിരിക്കാം കേട്ടോ. അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടും. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കിടക്കാം. മാഷിയോടെ ഒരു ജനുവരി മാസത്തിലെ കലണ്ടർ തന്നിട്ടുണ്ട്. ഞാൻ ഈ കലണ്ടറിന് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ജനുവരി മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച, രണ്ടാമത്തെ മൺഡേ ഏത് ഡേറ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞേ. ഒന്നാമത്തെ മൺഡേ ഏതാ ഡേറ്റ്? ആ മൺഡേയുടെ നേരെ താഴെ നോക്കിയാൽ മതി. ഏതാണ്? 1-ാം തീയതിയാണ്. രണ്ടാമത്തെ മൺഡേയോ 8-ാം തീയതിയാണ് അല്ലെ? അടുത്ത മൺഡേ 15, അതിനടുത്തത് 22, അതിനടുത്തത് 29. നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ ജനുവരി മാസത്തെ കലണ്ടറിലെ രണ്ടാമത്തെ ട്യൂസ്ഡേ, രണ്ടാമത്തെ ചൊവ്വാഴ്ച ഏതാണ് ഡേറ്റ്? ഒന്നാമത്തെ ട്യൂസ്ഡേ ചൊവ്വാഴ്ച 2-ാം തീയതിയാണ്, രണ്ടാമത്തത് 9-ാം തീയതിയാണ്. അപ്പൊ രണ്ടാമത്തെ ചൊവ്വാഴ്ച 9-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വെനസ്ഡേ ഏത് ഡേറ്റ് ആണ്? രണ്ടാമത്തെ ബുധനാഴ്ച. ഒന്നാമത്തെ ബുധനാഴ്ച 3, രണ്ടാമത്തത് 10 ആണ്. അങ്ങനെ രണ്ടാമത്തെ വ്യാഴാഴ്ച തേഴ്സ്ഡേ ഏതാണ് ഡേറ്റ്? രണ്ടാമത്തത് 11 ആണ്. രണ്ടാമത്തെ ഫ്രൈഡേയോ വെള്ളിയാഴ്ച. ഒന്നാമത്തത് 5, രണ്ടാമത്തത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സാറ്റർഡേയോ ശനിയാഴ്ച. ഒന്നാമത്തത് 6, രണ്ടാമത്തത് 13 ആണ്. ഏറ്റവും അവസാനമായിട്ട് രണ്ടാമത്തെ സൺഡേ ഏതാണ്? രണ്ടാമത്തെ ഞായറാഴ്ച 14 ആണ്. ഓരോ ദിവസത്തിന്റെയും രണ്ടാമത്തെ ഡേറ്റ് നമ്മൾ നോക്കി അല്ലെ? 8 മുതൽ 8, 9, 10, 11, 12, 13, 14 അങ്ങനെ 8 മുതൽ 14 വരെയുള്ള സംഖ്യകളാണ് എന്ത്? ഏതൊരു ദിവസത്തിന്റെയും രണ്ടാമത്തെ ഡേറ്റ് അല്ലെ? അങ്ങനെയാണെങ്കിൽ മാഷേ വേറെ ഫെബ്രുവരി മാസത്തിലെ കലണ്ടർ എടുത്തു. ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തിലെ കലണ്ടർ എടുത്തു. മാഷ് ഒരു ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ മൺഡേ ഏതാ ഡേറ്റ്? ഒന്നാമത്തെ മൺഡേ 5-ാം തീയതി, രണ്ടാമത്തത് 12. രണ്ടാമത്തെ ട്യൂസ്ഡേ ഏതാണ്? ഒന്നാമത്തെ 6, രണ്ടാമത്തത് 13. രണ്ടാമത്തെ വെനസ്ഡേ 14. രണ്ടാമത്തെ തേഴ്സ്ഡേ, ഒന്നാമത്തെ തേഴ്സ്ഡേ 1-ാം തീയതിയാണ് അല്ലെ? ഒന്നാമത്തെ വ്യാഴാഴ്ച 1-ാം തീയതിയാണ്. രണ്ടാമത്തത് 8 ആണ്. രണ്ടാമത്തെ ഫ്രൈഡേയോ 9 ആണ്. രണ്ടാമത്തെ സാറ്റർഡേ 10 ആണ്. രണ്ടാമത്തെ സൺഡേ 11 ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നോക്കണേ. 8, 9, 10, 11, 12, 13, 14 ഇവിടെ എന്താണ്? ഏതൊരു ദിവസത്തിന്റെയും രണ്ടാമത്തെ ഡേറ്റ് എടുത്തപ്പോ 8 മുതൽ 14 വരെയുള്ള സംഖ്യകളാണ് വന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു? 8 മുതൽ 14 വരെയുള്ള സംഖ്യകളാണ് ഏതൊരു ഡേറ്റിന്റെയും രണ്ടാമത്തെ എടുത്തപ്പോ കിട്ടിയത് അല്ലെ? അങ്ങനെയാണ് നോക്കണേ. ഒരു എക്സാമ്പിൾ കൂടെ വേറൊരു മാസത്തെ മാർച്ച് മാസത്തിലെ കലണ്ടർ. അത് ഒരു കാര്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ മൺഡേ ഏതാണ്? ഒന്നാമത്തത് 4, രണ്ടാമത്തത് 11. രണ്ടാമത്തെ ട്യൂസ്ഡേ ഏതാണ്? ഒന്നാമത്തത് 5, രണ്ടാമത്തത് 12. രണ്ടാമത്തെ വെനസ്ഡേ ഏതാണ്? ഒന്നാമത്തത് 6, രണ്ടാമത്തത് 13. രണ്ടാമത്തെ തേഴ്സ്ഡേ ഏതാണ്? ഒന്നാമത്തത് 7, രണ്ടാമത്തത് 14. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫ്രൈഡേ ഏതാണ്? ഒന്നാമത്തത് 1, രണ്ടാമത്തത് 8. രണ്ടാമത്തെ സാറ്റർഡേ 9, രണ്ടാമത്തെ സൺഡേ 10. ഇവിടെ നോക്കണേ. 8, 9, 10, 11, 12, 13, 14 ഇവിടെ എന്താണ്? ഏതൊരു ദിവസത്തിനും രണ്ടാമത്തെ ഡേറ്റ് എടുത്തപ്പോ 8 മുതൽ 14 വരെയുള്ള സംഖ്യകളുടെ ഏതെങ്കിലും ഒന്നായിരിക്കും വന്നത് അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏതൊരു ദിവസത്തിന്റെയും ഏതൊരാഴ്ചയുടെയും രണ്ടാമത്തെ ഡേറ്റ് എടുത്താൽ 8 മുതൽ 14 വരെയുള്ള ഏതെങ്കിലും സംഖ്യ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. താഴെ തന്നതിൽ ഒരു മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ആവാൻ സാധ്യതയുള്ള തീയതി ഏതാണ്? താഴെ 4 ഡേറ്റുകളുണ്ട്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എന്താവുള്ളൂ? ഏതോ ഒരു മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ആവുള്ളൂ. നമുക്കറിയാം രണ്ടാമത്തെ തിങ്കളാവട്ടെ, രണ്ടാമത്തെ ചൊവ്വ ആവട്ടെ, രണ്ടാമത്തെ ബുധനാവട്ടെ, അങ്ങനെ എന്തും, രണ്ടാമത്തെ ശനി ആവട്ടെ, അങ്ങനെ എന്തെടുത്താലും രണ്ടാമത്തെ ആവുമ്പോ എന്താണ്? 8 മുതൽ 14 വരെയുള്ള സംഖ്യകളിൽ മാത്രമേ വരുള്ളൂ. ഇതിൽ ഏതൊക്കെയാണ് 8 മുതൽ 14 വരെയുള്ള സംഖ്യകൾ ഉണ്ടാവുക? 13 എന്താണ്? ആ 8 മുതൽ 14 വരെയുള്ള സംഖ്യനുള്ളിലുള്ള 8, 9, 10, 11, 12, 13, 14.
അല്ലെ? 8 മുതൽ 14 ഉള്ളിലാണ് 13. അപ്പൊ ഇതാവാൻ സാധ്യതയുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ആവാൻ സാധ്യത ഉണ്ടോ? 15 ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല. 17 അപ്പുറത്തുള്ള 14 കഴിഞ്ഞിട്ടുള്ളതാണ് 15. അപ്പൊ ഇതാവാൻ സാധ്യതയില്ല. 7 ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല. 8 മുമ്പുള്ളതാണ് 7. അപ്പൊ 7 ആവാൻ സാധ്യതയില്ല. 16 ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല. 14 കഴിഞ്ഞിട്ടുള്ളതാണ് 16. അതും ആവാൻ സാധ്യതയില്ല. അപ്പൊ 8 മുതൽ 14 വരെയുള്ള സംഖ്യയിൽ ഉൾപ്പെടുന്നത് 13 മാത്രമാണ്. അപ്പൊ രണ്ടാമത്തെ ശനിയാഴ്ച ആവാൻ സാധ്യതയുള്ള ഡേറ്റ് 13 മാത്രമാണ്. അപ്പൊ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരാഴ്ചയുടെയും രണ്ടാമത്തെ ഡേറ്റ് 8 മുതൽ 14 വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുന്നതായിരിക്കും. വേറെ ഒന്നും രണ്ടാമത്തെ ആയിരിക്കില്ല. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഇവിടെ LSS എല്ലാ കൂട്ടുകാർക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ആരും മറക്കാതിരിക്കുക. കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കാണും. സൈലത്തിൽ 15 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ലൈവും കൃത്യമായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് LSS നേടാം. മാഷ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ.